ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് മത്തി വെച്ചിട്ട് അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടോ. ഞാനിപ്പോൾ ഇവിടെ മത്തി കഴുകി ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ മത്തിയാണെങ്കിലും വലിയ മത്തിയാണെങ്കിലും നിങ്ങൾക്കിത് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. വലിയ മത്തിയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്കിതിൻ്റെ അരപ്പുണ്ടാക്കണം. അരപ്പിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ചാർക്ക് 20ഓളം ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്ത്. ചുവന്നുള്ളി തന്നെ ഇടണം കേട്ടോ. ചുവന്നുള്ളി തന്നെ ആഡ് ചെയ്താണ് അതിനിട്ട് അത്രയും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ട വെളുത്തുള്ളിയാണ്. ഒരു 4 വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത്. ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതുപോലെ രണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ കുരുമുളകാണ് കേട്ടോ. കുരുമുളക് തന്നെ ഇട്ട് കൊടുക്കുക, പൊടിയല്ല കുരുമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിനെ ഇട്ട് കൊടുക്കാൻ നോക്കുക. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു തക്കാളിയുടെ ഒരു വലിയ സൈസ് തക്കാളി ആണെങ്കിൽ നല്ല പഴുത്ത തക്കാളിയുടെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു വലിയ സൈസ് മീഡിയം സൈസ് തക്കാളിനെ എടുക്കാൻ നോക്കുക. അതിൻ്റെ 1/4 ഭാഗമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഞാനിപ്പോൾ അത് അവിടെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് കിട്ടും. ഈ രീതിയിൽ വേണ്ട നമുക്ക് അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് നമ്മൾ ഏത് പാനിലാണോ അല്ലെങ്കിൽ മൺചട്ടിയാണെങ്കിൽ ഇതിൽ നിങ്ങൾ മീൻ വെക്കണമെന്ന് വെച്ചാൽ ആ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച കൂട്ടിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ആ പേസ്റ്റ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വലിയ മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. അതിൽ മീനില്ലെങ്കിലും ഇതിൻ്റെ ഗ്രേവി മാത്രം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഏതാ ഈ മീൻമേ എല്ലാതും തേച്ച് പിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തക്കാളി എടുത്തില്ലേ, 1/4 ഭാഗം തക്കാളി എടുത്തില്ല, അതിൻ്റെ ബാക്കി തക്കാളിയാണ് കേട്ടത്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നിങ്ങൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും, ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ അതാ ഒന്ന് കൈവച്ച് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പഴുത്ത തക്കാളിയുമ്പോൾ കൈവച്ച് ഉടച്ചാൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അതുകൊണ്ട് പഴുത്ത തക്കാളിനെ എടുക്കാൻ നോക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ഞാൻ നടുക്ക് കയറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 നണ്ണൊക്കെ ഇട്ട് കൊടുക്കട്ടെ എരിവില്ലാത്തതാണെങ്കിൽ. കാരണം നമുക്കത് സെറ്റായി കഴിയുമ്പോൾ അത് ചൂടിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചമുളക്. കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള പുളി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞതാണ്. അത് ഇതിൽ കുഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് 1 സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതാ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ജാറിൽ കുറച്ച് അരപ്പുണ്ടാവും. ആ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അത് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതാ ആ ജാറിൽ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കുക. അല്ലാതെ വേറെ വെള്ളം നമ്മൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇനി ഒന്ന് പാൻ വെച്ചൊന്ന് ചുഴറ്റി കൊടുത്താൽ മതി. വല്ലാതെ ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചുഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒന്ന് അടച്ച് വെച്ച് അതിന് ശേഷം നമ്മൾ ഒന്ന് തിളച്ച് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് തുറന്ന് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ഒരുപാട് വെള്ളം നമ്മളിതിൽ വെച്ചിട്ടില്ല, അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്നിടേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീനൊന്നും വെന്തിട്ടില്ല, നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി മാത്രം തുറന്നതാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊന്നും കൊണ്ടുവന്നത് വീന്ന് ഇടുന്ന് അടച്ചു വെക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇളക്കണ്ട, മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിട്ടോ. മീൻ പൊടിഞ്ഞു പോവും. നമ്മളിതാ അടച്ചു വെച്ച് പിന്നെ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടോ. ഇതാ ഒരുപാട് ഇളക്കിയത് നമ്മളൊക്കെ അതിൻ്റെ ഗ്രേവി ഉണ്ട് അതല്ലേ, ഇത്രയും ഗ്രേവി മതി കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കത് ഇളക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ അടച്ച് വെക്കാം. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ കറിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത്. പിന്നെ നമ്മളെപ്പോഴാണ് കഴിക്കാൻ എടുക്കുന്നത് അപ്പം തുറന്ന് നോക്കുക. നല്ല സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മീനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതായി ഒരു ഗ്രേവി മാത്രം മതിയിട്ട് നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. മീൻ വേണമെന്നില്ല. അതിലത്തെ ആ പച്ചമുളകും ആ ഗ്രേവി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ദോശയുടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പുട്ട് ഈ മീൻ കറിക്ക് കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്.
കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മത്തി വെറ്റിച്ചത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.